أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون. فإن لم تجدوا فيها أحدا فلا تدخلوها حتى يؤذن لكم، وإن قيل لكم ارجعوا فارجعوا هو أزكى لكم، والله بما تعملون عليم. ليس عليكم جناح أن تدخلوا بيوتا غير مسكونة فيها متاع لكم والله يعلم ما تبدون وما تكتمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1265 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 24-ാമത്തെ അധ്യായമായ സൂറത്തുൻ നൂറിലെ 27 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تدخلوا بيوتا غير بيوتكم حتى تستأنسوا وتسلموا على أهلها ذلكم خير لكم لعلكم تذكرون. فإن لم تجدوا فيها أحدا فلا تدخلوها حتى يؤذن لكم، وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم. ليس عليكم جناح أن تدخلوا بيوتا غير مسكونة فيها متاع لكم والله يعلم ما تبدون وما تكتمون. صدق الله العلي العظيم. സൂറത്തുൻ നൂറിലെ 27 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിക സമൂഹത്തിൽ തിന്മയുടെ ലക്ഷണങ്ങൾ പ്രകടമായപ്പോൾ അതിന് അറുതി വരുത്താനുള്ള നിർദ്ദേശങ്ങളും മാർഗദർശനവുമാണ് സൂറത്തുൻ നൂറിന്റെ തുടക്ക ഭാഗത്ത് നമ്മൾ കാണുകയുണ്ടായത്. മുൻകരുതലുകളും ശിക്ഷാ നടപടികളും ഒക്കെ വ്യക്തമായി നിർദ്ദേശിക്കപ്പെടുകയുണ്ടായി. അതിനെ തുടർന്ന് മുസ്ലിം കുടുംബങ്ങളും വ്യക്തികളും ഒക്കെ തന്നെ അവരുടെ സമൂഹം ഇസ്ലാമികമായ വിശുദ്ധി ഉള്ളവരായി നിലനിൽക്കുന്നതിന് അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതായ ചില മര്യാദകൾ പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്നുള്ള ഭാഗങ്ങളിലായി. ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് കെട്ട സ്ത്രീകൾ കെട്ട പുരുഷന്മാർക്കും കെട്ട പുരുഷന്മാര് കെട്ട സ്ത്രീകൾക്കുമാണ്. ഉത്കൃഷ്ടകളായ സ്ത്രീകൾ ഉത്കൃഷ്ടരായ പുരുഷന്മാർക്കും ഉത്കൃഷ്ടരായ പുരുഷന്മാർ ഉത്കൃഷ്ടരായ സ്ത്രീകൾക്കുമാണ്. ത്വയ്യിബും ത്വയ്യിബത്തുമായ ആളുകൾ
ആക്ഷേപങ്ങൾക്ക് ഇരയാകുന്നുവെങ്കിൽ അത്തരം ആക്ഷേപങ്ങളിൽ നിന്നൊക്കെ അവര് മുക്തരാകുന്നതാണ്. അള്ളാഹു അവർക്ക് പാപമോചനവും ഉദാരമായ ജീവിത വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യമാണ് കാണുകയുണ്ടായത്. അള്ളാഹുവിന്റെ തൗഫീഖ് ആ വിധത്തിലായിരിക്കും എന്നൊരു സൂചന അടങ്ങുന്നതോടൊപ്പം തന്നെ ഖബീസത്തായ സ്ത്രീക്ക് ഖബീസായ ആണിനോടും ഖബീസായ ആണിന് ഖബീസത്തായ പെണ്ണിനോടുമേ യോജിച്ചു പോകാൻ കഴിയുകയുള്ളൂ. ത്വയ്യിബത്തായ സ്ത്രീക്ക് ത്വയ്യിബായ ആണിനോടെ യോജിക്കാൻ കഴിയുകയുള്ളൂ. ത്വയ്യിബായ ആണിന് ത്വയ്യിബത്തായ സ്ത്രീയോട് മാത്രമേ സ്വരച്ചേർച്ചയിൽ യോജിച്ചു പോകാൻ, ഒരുമിച്ച് ജീവിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ എന്നൊക്കെ അടങ്ങിയിട്ടുള്ള ആശയങ്ങൾ കൂടി നമുക്ക് അതിൽ കാണാൻ കഴിയും. അത് ഒരു നിലക്ക് ത്വയ്യിബായ ആളുകൾ ത്വയ്യിബത്തായ സ്ത്രീകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാവൂ എന്നത് പരോക്ഷമായിട്ട് പഠിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ. ദുർവൃത്തരായ ആളുകളുമായി വിവാഹാലോചന നടത്തരുത്, നിങ്ങളുടെ അടുത്ത ആളുകളെ, പെൺമക്കളെ അങ്ങനെയുള്ള ആളുകൾക്ക് വിവാഹം ചെയ്തു കൊടുക്കരുത് എന്നൊക്കെയുള്ള സൂചനകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഓരോരുത്തരും വ്യക്തിപരമായി കരുതലുള്ളവരാകാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ അർഹത നിലനിർത്തി പോകുന്നവരാകാനും ഒക്കെ വേണ്ട ഒരു മാർഗദർശനവും നിർദ്ദേശവും ഒക്കെ കൂടിയാണിത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ ഫضലും റഹ്മത്തും വേണ്ട എന്ന് കരുതുന്ന ഒരാൾ പോലും സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. എത്ര തന്നെ പാപങ്ങളും തെറ്റുകളും സംഭവിച്ചു പോകുന്നവരാണെങ്കിലും അള്ളാഹു അവന്റെ ഫضലും റഹ്മത്തും തങ്ങൾക്ക് നിഷേധിക്കുന്നു, തടയുന്നു എന്ന് അറിയുന്നത്, എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളവും മനസ്സിന് സമാധാനം പകരുന്ന ഒരു കാര്യമല്ല. അപ്പോ അള്ളാഹു ആ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും കാരുണ്യവും ഒക്കെ നിങ്ങളുടെ മേലുണ്ടാവുകയും നിങ്ങളുടെ ദുനിയാവിലെയും ആഖിറത്തിലെയും ജീവിതം പരസ്പരം ഇഷ്ടപ്പെടുന്നതും സ്നേഹം പരിലസിക്കുന്നതും ഒക്കെയായിട്ട് ആനന്ദകരമായി മാറേണ്ടതുണ്ടെങ്കിൽ ഇത്തരം മര്യാദകൾ നിങ്ങൾ ജീവിതത്തിൽ പാലിക്കുന്നവരായിരിക്കണം. അപ്പോഴേ അള്ളാഹു അതിന് നിങ്ങൾക്ക് വേണ്ട തൗഫീഖ് നൽകുകയുള്ളൂ എന്നതാണ് സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. അതിനെ തുടർന്ന് ഞാൻ ഇന്ന് കേൾപ്പിച്ചിട്ടുള്ള 3 ആയത്തുകൾ വേറെ ചില മര്യാദകൾ പഠിപ്പിക്കുകയാണ്. സമൂഹത്തിൽ തിന്മ ഉണ്ടായി പോകാൻ സാധ്യതയുള്ള ചില രംഗങ്ങളുണ്ട്. അത്തരം രംഗങ്ങൾ ഇല്ലാതാക്കുക എന്നത് തിന്മ ഉടലെടുക്കുന്നതിന് തടസ്സമാവാൻ, തിന്മ ഉടലെടുക്കുന്നതിനെ തടയാൻ ഉപകരിക്കുന്നതായിരിക്കും. ഇത്തരം മര്യാദകള് അള്ളാഹുവും അവന്റെ പ്രവാചകനും ഇസ്ലാമിക സമൂഹത്തെ പഠിപ്പിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായി വരികയില്ല എന്നതാണ് വസ്തുത. അപ്പോ വളരെ ചെറുതും വളരെ നിസ്സാരമായതും എന്നൊക്കെ നമുക്ക് തോന്നാവുന്ന കാര്യങ്ങൾ പോലും പ്രത്യേകമായിട്ട് വളരെ പ്രാധാന്യപൂർവ്വം അള്ളാഹുവിടെ പഠിപ്പിക്കുകയാണ്. അതിന്റെ താല്പര്യം അങ്ങനെ പഠിപ്പിക്കപ്പെട്ടാൽ മാത്രമേ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായി വരുള്ളൂ. ഇവിടെ സാമൂഹ്യ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. നിത്യജീവിതത്തിലെ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുന്നതും ബിസ്മി ചൊല്ലുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും വളരെ സൂക്ഷ്മമായിട്ട് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അതിന്റെ മാതൃക നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സംഗതിയാണ്. അങ്ങനെ ഒരു പ്രവാചകന്റെ അധ്യാപനം എന്നുള്ള നിലക്ക് ദീനി
ആയ ഒരു നിർദ്ദേശം എന്നുള്ള നിലക്ക് പഠിപ്പിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ലോകത്ത് അതൊരു ചോദ്യം ചെയ്യപ്പെടാത്ത സംസ്കാരമായിട്ട് നിലനിൽക്കുന്നത്. പുതിയ തലമുറകളിലേക്ക് അങ്ങനെ പകർന്നു നൽകപ്പെടുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ചില മര്യാദകള് ഇസ്ലാമിക സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക്, ധാർമ്മികമായ കെട്ടുറപ്പിന് സമൂഹത്തില് കണിശമായി പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. ഞാൻ ഈ ആയത്തുകള് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, വിശ്വസിച്ചവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ചില നിർദ്ദേശങ്ങൾ ഇവിടെ നൽകുന്നത്. ഇത് പൊതുവായ സമൂഹത്തിലെല്ലാവരും പാലിക്കണം എന്നുള്ള നിലക്കുള്ള ഒരു നിർദ്ദേശമല്ല. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത രീതി, സംസ്കാരം ഒക്കെയായിട്ട് വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, സത്യമാർഗം സ്വീകരിച്ചവരെ, വിശ്വസിച്ചവരെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതിക്കും, നിങ്ങളുടേതല്ലാത്ത ഭവനങ്ങളിൽ പ്രവേശിക്കരുത്. നിങ്ങളുടെ സ്വന്തം വീടുകളിൽ പ്രവേശിക്കരുത് എന്നല്ല, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത്. ഹത്താ തസ്തഅ്നിസൂ, നിങ്ങൾ അനുമതി ലഭിക്കുന്നത് വരെ. വതുസല്ലിമു അലാ അഹ്ലിഹ, അവിടെയുള്ള ആളുകളെ, ആ വീട്ടിലെ ആളുകളുടെ മേൽ സലാം പറയുകയും ചെയ്യുന്നത് വരെ. രണ്ട് നിബന്ധനകളാണ് അള്ളാഹു ഒരു അന്യ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ പാലിക്കാനായിട്ട് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഒന്ന്, വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അവരുടെ തൃപ്തി തേടണം. ഞങ്ങളിപ്പോ അങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുമോ എന്ന്. ആധുനിക കാലഘട്ടത്തിൽ അതൊക്കെ വളരെ എളുപ്പമാണ്. ഫോൺ ചെയ്ത് അന്വേഷിച്ച് വീട്ടുകാരുടെ സൗകര്യം കൂടി ആരാഞ്ഞിട്ടാണ് ഒരാളുടെ വീട്ടിലേക്ക് പോകാൻ പാടുള്ളത് എന്നതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മുടെ കാലഘട്ടത്തിൽ അതിനെ വിലയിരുത്തുമ്പോൾ, പഴയ കാലത്ത് ഫോണോ അതുപോലെയുള്ള സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഘട്ടത്തില് വീടുകളുടെ പരിസരത്ത് എത്തിയിട്ട് ഉറക്കെ വിളിച്ച് നമ്മളെ സ്വീകരിക്കാനുള്ള സന്നദ്ധത ഉണ്ടോ ഇല്ലേ എന്നത് ആരാഞ്ഞറിഞ്ഞതിന് ശേഷമാണ് അവരുടെ മേൽ സലാം പറഞ്ഞുകൊണ്ടാണ് അങ്ങോട്ട് കടക്കാവുന്നത്. അല്ലാത്ത നിലക്ക് മറ്റൊരാളുടെ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത് എന്നാണ് അള്ളാഹു ഇവിടെ നിർദ്ദേശിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതിക്കും, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത്. ഹത്താ തസ്തഅ്നിസൂ, നിങ്ങൾ അവരുടെ തൃപ്തി അന്വേഷിക്കുന്നത് വരെ. നിങ്ങളിപ്പോ അങ്ങോട്ട് കയറി ചെല്ലുന്നത് അവർക്ക് തൃപ്തികരമാണോ അല്ലേ എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അനസ് എന്ന് പറഞ്ഞ ബേസ് റൂട്ട് വേർഡ് എന്നാണ് ഈ ഇസ്തഅ്നസ, തസ്തഅ്നിസു എന്നൊക്കെയുള്ള വാക്കുകൾ വരുന്നത്. ആനസ എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിച്ചു, അല്ലെങ്കിൽ സൗഹൃദമുണ്ടാക്കി എന്നൊക്കെയാണ് അർത്ഥം. നിങ്ങൾ അവരുമായി സൗഹൃദം സാധിക്കുമോ എന്ന കാര്യമാണ് ആ ഘട്ടത്തിൽ അന്വേഷിക്കുന്നത്. സൗഹൃദമാവാൻ ഇപ്പോ നിങ്ങൾ സന്നദ്ധമാണോ, എനിക്ക് അങ്ങോട്ട് വരാവോ എന്നാണ്. അപ്പോ അന്വേഷിച്ചു, തിരക്കി എന്നൊക്കെയുള്ള അർത്ഥം ഈ വാക്കിന് വരുന്നുണ്ട്. അനീസ് എന്നൊക്കെയുള്ള വാക്ക്, അനസ്, അനീസ്, ഉനൈസ് പോലെയുള്ള വാക്കുകളൊക്കെ വരുന്നത് ഈ റൂട്ടിൽ നിന്നാണ്. വ്യക്തിപരമായ അടുപ്പവും സൗഹൃദവും സ്നേഹബന്ധവും ഒക്കെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ് അതൊക്കെ തന്നെ. അപ്പോ സൗഹൃദപരമായ വിധത്തില് ഒരു കൂടിയിരിക്കലിനായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് സ്വീകാര്യമാകുമോ എന്നതാണ് അറിയേണ്ടത്. ഈ വിധത്തില് അനുമതി തേടുക എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ തൃപ്തി അന്വേഷിക്കുക എന്ന വിധത്തിൽ പറയാം. ഈ വിധത്തിലൊക്കെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ആശയം ഇതാണ്: ഞാനിപ്പോ അങ്ങോട്ട് വരുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ, നിങ്ങൾ അതൊരു പ്രയാസമായിട്ട് കാണുമോ, അതോ നിങ്ങളത് ഒരു സൗഹൃദപരമായ ഒരു കൂടിയിരിക്കലിന് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നതൊക്കെ അറിയുക എന്നതാണ് അതിന്റെ താല്പര്യം.
അപ്പോ നിങ്ങളുടേതല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് അവരുടെ തൃപ്തി അന്വേഷിക്കാതെ കണ്ട് നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല. മറ്റൊരാളുടെ വീട്ടിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ അടിസ്ഥാനപരമായി പാലിക്കേണ്ട ഒരു മര്യാദ, വീട് എന്നത് ഒരാളുടെ സ്വകാര്യതയുടെ ഇടമാണ്. അങ്ങോട്ട് അനുമതിയില്ലാതെ, സലാം പറയാതെ, സലാം മടക്കിയത് കേൾക്കാതെ ഇടിച്ചു കയറി ചെല്ലുക എന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ചിലപ്പോ വാതില് വേണ്ട വിധത്തില് കുറ്റിയിട്ട് അടച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അത് തള്ളി തുറന്ന് അങ്ങോട്ട് കയറി ചെല്ലുക എന്നത് ഏത് സമയത്തായാലും, അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. 3 ഔറാത്തുകള് ഈ സൂറത്തില് മറ്റൊരിടത്ത് പറയുന്നുണ്ട്. സ്വകാര്യതയുടെ 3 സന്ദർഭങ്ങൾ. അത് വീട്ടുകാരുടെ കാര്യത്തിലാണ്, വീട്ടിനകത്തുള്ള ആളുകളുടെ കാര്യത്തില് പ്രത്യേകിച്ച് ബാധകമായതാണ്. ഏത് സമയത്താണെങ്കിലും ഒരു വീട്ടിലേക്ക്, മറ്റൊരാളുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി പോകുന്ന ഒരു പരിപാടി ഇസ്ലാം അനുവദിക്കുന്നേ ഇല്ല. പുറത്തു നിന്ന് അനുവാദം ചോദിച്ച് സലാം പറഞ്ഞ് ചെല്ലുക എന്നത് മാത്രമാണ് ഇസ്ലാം അനുവദിക്കുന്നത്. സ്വന്തം വീടുകളിലേക്ക് ചെല്ലുന്ന പോലെ പാഞ്ഞു കയറി ചെല്ലാൻ പാടില്ല. സ്വന്തം വീടുകളിലും കടന്നു ചെല്ലുന്നതിന് ചില മര്യാദകളൊക്കെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അത്തരം ചില മര്യാദകൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ അതിലേക്ക് വരും. അപ്പോ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതിക്കും, നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. ഹത്താ തസ്തഅനിസു, നിങ്ങൾ തൃപ്തി അന്വേഷിക്കുന്നത് വരെ. വതുസല്ലിമു അലാ അഹ്ലിഹ, അവിടെയുള്ള വീട്ടുകാർക്ക് സലാം പറഞ്ഞുകൊണ്ടുമല്ലാതെ. അപ്പൊ ഈ 2 കാര്യങ്ങൾ വളരെ അനിവാര്യമാണ്. ഹദീസുകളിൽ നിന്ന് വ്യക്തമാകുന്നത് എങ്ങനെയാണ് വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നതിന് അനുമതി ചോദിക്കേണ്ടത് എന്നത് ആ ഘട്ടത്തിൽ ആളുകൾക്ക് അറിയുമായിരുന്നില്ല. അവര് ഞാനങ്ങ് നുഴഞ്ഞു കയറിക്കോട്ടെ എന്നൊക്കെ ചോദിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വീട്ടിന്റെ വാതിൽക്കല് പഴയകാലത്ത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പോലെയുള്ള പൂട്ടും അടച്ചിടാനുള്ള സംവിധാനങ്ങളോ ഒന്നും, അതുപോലെ വാതിലിന്റെ വിടവുകളെ മറയ്ക്കുന്ന വിരിയൊന്നും അന്ന് അത്ര പ്രാബല്യത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീടിന്റെ വാതിലുകളെ അടുക്കലേക്ക് പോകുന്നതും വിടവിലൂടെ നോക്കുന്നതും ഒക്കെ തന്നെ വീട്ടുകാർക്ക് വലിയ ദ്രോഹകരമായ സംഗതിയാവും. നോക്കുന്നവർക്കും അത് ദ്രോഹകരമാണ്. വലിയ അളവോളം മറ്റുള്ളവരുടെ സ്വകാര്യതകള് മാനിക്കപ്പെടുന്നത് നോക്കുകയും കാണുകയും ചെയ്യുന്ന ആളുകൾ കൂടി കാണിക്കുന്ന മര്യാദകളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്നത്തെ പോലെയല്ല. ഇന്ന് കതകടച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാ നിലക്കും ആരുടെയും ദൃഷ്ടി പതിയാത്ത വിധത്തിൽ വീട്ടിനകത്ത് കഴിയാനൊക്കെ സാധിക്കും. പക്ഷെ പഴയ കാലത്ത് അങ്ങനെയല്ല. ഒരു പരസ്പരമുള്ള ധാരണയാണ്. അത് വെളിക്കിരിക്കാൻ പോകുമ്പോഴായാലും വീട്ടിലെ സ്വകാര്യതയുടെ സമയങ്ങളിലായാലും ഒക്കെ തന്നെ ആരും അങ്ങോട്ട് ഇടിച്ചു കയറി വരൂല എന്നുള്ള ഒരു പരസ്പര ധാരണ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു മറ വിരിച്ചു കൊടുത്തുകൊണ്ട് വെളിക്കിരിക്കാൻ പോകാൻ പറ്റിയിരുന്നതും, അതുപോലെ ശൗച്യകർമ്മങ്ങൾ ചെയ്യാനൊക്കെ തന്നെ അങ്ങനെയുള്ള വളരെ പരിമിതമായ രീതിയിലുള്ള മറ സ്വീകരിച്ചുകൊണ്ട് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നത് പഴയ കാലത്ത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതിനൊക്കെ വലിയ ഇരുമ്പ് മറകളെ പോലെയുള്ള ഭിത്തിയും വാതിലും ഒക്കെ ഉള്ള സംവിധാനങ്ങളാണ് നമുക്കുള്ളത്. പക്ഷെ അന്നും വളരെ പരിമിതമായ പ്രാഥമികമായ സൗകര്യങ്ങൾ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അത് മാത്രം ഉണ്ടായിരുന്ന ഘട്ടത്തിലും ഒരാളുടെയും സ്വകാര്യതക്ക് ഭംഗം വരുന്ന വിധത്തിലുള്ള പെരുമാറ്റം മറ്റൊരാളിൽ നിന്നുണ്ടാകാൻ പാടുണ്ടായിരുന്നില്ല എന്നതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന കാര്യം. അതൊക്കെ തന്നെ പല ലലാലത്തുകൾക്കും പല വിധത്തിലുള്ള തിന്മകൾക്കും അവസരം ഉണ്ടാക്കിയെന്ന് വരും. വീടുകളിലേക്ക് ഇടിച്ചു കയറിക്കാൻ ചെന്നാൽ സ്വകാര്യതയുടെ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക ആളുകൾ. ചിലപ്പോ ഒക്കെ വസ്ത്രധാരണത്തിന്റെ കാര്യത്തില് അവര് വേണ്ടത്ര കണിശത വീട്ടിനകത്ത് കാണിച്ചോളണമെന്നില്ല. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് കിടന്നുറങ്ങണ രംഗങ്ങളോ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടാകാം. അപ്പോ അത്തരം സാധ്യതകളൊക്കെ ഉണ്ടാകും എന്ന് തന്നെ കരുതി കണക്ക് കൂട്ടിയിട്ട് വേണം വീടുകളിലേക്ക് ചെല്ലുന്നതും
അകത്തേക്ക് പ്രവേശിക്കുന്നതും ഒക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു വെച്ച രണ്ട് വളരെ പ്രാധാന്യമുള്ള നിബന്ധനകൾ ഇതാണ്. ഒന്ന്, തൃപ്തി അന്വേഷിക്കണം. അനുവാദം ചോദിക്കുക എന്നതിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് തൃപ്തി അന്വേഷിക്കുക. അനുവാദം ചോദിച്ചാൽ ചിലപ്പോ ഇയാൾ എങ്ങനെ തിരിച്ചയക്കാം എന്നത് എങ്ങനെ തിരിച്ചയക്കും എന്ന ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ആശങ്ക കാരണമായിട്ട് വരാനൊക്കെ പറഞ്ഞു വരും. അതിന് പകരം തൃപ്തി അന്വേഷിക്കുകയാണ് വേണ്ടത്. ഞാൻ ഇപ്പോ അങ്ങോട്ട് വരുന്നതായിരിക്കോ അതല്ല മറ്റൊരവസരത്തിൽ വരുന്നതായിരിക്കോ നിങ്ങൾക്ക് കൂടുതൽ സൗകര്യം എന്ന വിധത്തിൽ ചോദിച്ചാല് അത് അവരുടെ ശരിക്കുള്ള തൃപ്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ആളുകൾ അത് വെളിപ്പെടുത്തും. ആ സമയത്ത് ഞാനിപ്പോ അങ്ങ് വന്നോട്ടെ എന്ന് ചോദിച്ചാൽ പറ്റൂല എന്ന് പറയാൻ പ്രയാസം ഉണ്ടാവും. അപ്പൊ തൃപ്തി അന്വേഷിക്കലും അനുവാദം ചോദിക്കലും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറുതല്ല, ഫലത്തിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ ആളുകൾക്ക് സൗഹൃദം ചേരാൻ പറ്റുന്ന അതിനുള്ള സാവകാശമുണ്ടോ, ഒഴിവുണ്ടോ, അതിന് പറ്റിയ സമയമാണോ എന്നതൊക്കെ അവരുടെ അക്കാര്യത്തിലുള്ള തൃപ്തി എന്താണ് എന്നത് ചോദിച്ചറിഞ്ഞുകൊണ്ട് വേണം. അതുപോലെ സലാം പറഞ്ഞിട്ട് വേണം അങ്ങോട്ട് ചെല്ലാൻ. അപ്പൊ ഞാനങ്ങ് നുഴഞ്ഞു കയറിക്കോട്ടെ, ഇടിച്ചു കയറിക്കോട്ടെ എന്നുള്ള വിധത്തിലൊന്നും ചോദിക്കാൻ പാടില്ല. പഴയ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജാഹിലിയ അറബികൾക്കിടയിൽ അങ്ങനെയൊക്കെയുള്ള രീതികൾ ഉണ്ടായിരുന്നു. അവര് കടന്നു ചെല്ലുമ്പോ ഒരു അവരുടെ രീതി ഹുയീത്തും സബാഹൻ അല്ലെങ്കിൽ ഹുയീത്തും മസാഅൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുഡ് മോർണിംഗ് നോ ഗുഡ് ഈവനിങ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു എക്സ്പ്രഷൻ പറഞ്ഞുകൊണ്ട് അങ്ങ് കയറി ചെല്ലുകയും അനുവാദമൊന്നും ചോദിക്കൂല. അങ്ങനെ ഇരുന്ന് സംസാരിക്കുകയും അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന അവരുടെ സ്വകാര്യതയെ തകർക്കുന്ന വിധത്തിലുള്ള സാന്നിധ്യം കാണിക്കലും ഒക്കെ അവര് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് അറുതി വരുത്തുകയാണ് ഇവിടെ ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല. നിങ്ങൾ അനുമതി ചോദിക്കുന്നതിനേക്കാളേറെ തൃപ്തി അന്വേഷിക്കുകയാണ് വേണ്ടത് എന്നാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പൊ ഒരിക്കലൊരാള് ഇങ്ങനെ ഞാൻ അങ്ങോട്ട് നുഴഞ്ഞു കയറിക്കോട്ടെ എന്ന വിധത്തിൽ അനുവാദം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല, നീ പോയിട്ട് അനുമതി ചോദിച്ച് സലാം പറഞ്ഞുകൊണ്ട് വരാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരാളോട് കതകിന് മുട്ടി വിളിച്ചപ്പോ ആരാണെന്ന് ചോദിച്ചപ്പോ ഇത് ഞാനാണ് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഈ ഞാനാണെന്ന് പറഞ്ഞാൽ നീ ആരാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നത്. നമ്മുടെ നാട്ടിലും ഒരു ശീലം എന്നുള്ള നിലക്ക് ഇതുണ്ടാവും. ചിലപ്പോഴൊന്നും നമ്മളുടെ ശബ്ദം എല്ലാവരും തിരിച്ചറിഞ്ഞോളണമെന്നില്ല. ശബ്ദം കൊണ്ട് തിരിച്ചറിയുന്ന ആളാണെങ്കിൽ സലാം പറഞ്ഞാൽ തന്നെ തിരിച്ചറിയും. അപ്പൊ അകത്തുനിന്ന് ആരാണ് എന്ന് ചോദിക്കൂല. ആരാണെന്ന് ചോദിക്കുന്നത് പേരറിയാൻ വേണ്ടിയാണ്, മേൽവിലാസം അറിയാൻ വേണ്ടിയാണ്, ഐഡന്റിറ്റി അറിയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ശബ്ദം കൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും സലാം പറയുമ്പോൾ തന്നെ. അപ്പൊ ഇത് ഞാനാണ്, നിങ്ങൾക്ക് ഇന്നെ അറിയില്ലേ എന്നൊന്നും ചോദിച്ചിട്ട് ഒരു ആവശ്യമില്ലാത്ത സീൻ ഉണ്ടാക്കരുത്. അതിന് പകരം അസ്സലാമു അലൈക്കും, ഉമർ അങ്ങോട്ട് വന്നോട്ടെ, ഉമർ വീട്ടിലേക്ക് കുറച്ചു നേരത്തേക്ക് കടന്നോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു രീതി. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ആളുടെ പേര് പറഞ്ഞുകൊണ്ട് ആ പേര് ഉള്ള ആള് വീട്ടിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്ന ഒരു രീതിയാണ് അതിൽ വേണ്ടത്. സലാം പറയണം, സലാം പറഞ്ഞിട്ട് ആളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇളങ്ങു വന്നോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു രീതിയാണ് സ്വീകരിക്കപ്പെടേണ്ടത്. അപ്പോ തൃപ്തി ആരായുകയും വീട്ടുകാർക്ക് സലാം പറയുകയും ചെയ്തുകൊണ്ട് വേണം കടന്നു ചെല്ലാൻ. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുകയാണ്, ദാലിക്കും ഖൈറുൻ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ലഅല്ലക്കും തദക്കറൂൻ, ഇക്കാര്യം നിങ്ങൾ ഓർക്കണം, ഈ കാര്യത്തെ കുറിച്ച് നിങ്ങൾ ബോധമുള്ളവരാവണം, മറന്നുപോകരുത്, ദിക്ർ ഉണ്ടാവണം ഇതിനെ കുറിച്ച്. വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോ തൃപ്തി അന്വേഷിക്കണം എന്നുള്ളതും സലാം പറയണം എന്നുള്ളതും നിങ്ങൾ ബോധമുള്ളവരായിരിക്കണം, അത് മറന്നു പോകാൻ പാടില്ല.
കരുതലുണ്ടാവണം അക്കാര്യത്തിൽ എന്നാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത്. അക്കാര്യം നിങ്ങൾ ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ അത് ഓർക്കുന്നവരും അതിനെക്കുറിച്ച് ബോധമുള്ളവരുമായിരിക്കണം. ഫൈലം തജിദു ഫീഹ അഹദൻ, ഈ ഒരു വീട്ടിലേക്ക് നിങ്ങൾ കയറി ചെന്നിട്ട് അവിടെ ഒരാളെയും കണ്ടില്ല എന്ന് വെക്കുക. ഫലാ തദ്ഖുലൂഹ, നിങ്ങൾ അങ്ങോട്ട് കടക്കരുത്. ഹത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് അനുമതി നൽകപ്പെടുന്നത് വരെ. നിങ്ങൾ വീട്ടിലേക്ക് ഒരു ഒരു വീട്ടിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ചെന്നു, എന്നിട്ട് തൃപ്തി അന്വേഷിച്ചു, സലാം പറഞ്ഞു, പക്ഷെ ഒരു പ്രതികരണവും കിട്ടുന്നില്ല എങ്കിൽ വീട്ടിലേക്ക് കടക്കാൻ പറ്റുന്ന വിധത്തിൽ കതകൊക്കെ തുറന്നു കിടക്കുകയാണ്. ചില നാട്ടുംപുറത്തൊക്കെ കണ്ടിട്ടുണ്ട്. മുൻവശത്ത് വാതില് തുറന്നു കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ മറന്നുപോയതാവും അടക്കാൻ, ചിലപ്പോ കുട്ടികൾ ആരെങ്കിലും പാതി തുറന്നു വെച്ചതൊക്കെ ആയിരിക്കും. അപ്പോ വീട്ടിന്റെ മുന്നിൽ വന്നപ്പോ ആരെയും കണ്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് വീട്ടിനകത്തേക്ക് അങ്ങനെ കയറി ചെല്ലരുത്. മുന്നിൽ വാതില് തുറന്നു കിടക്കുകയായിരുന്നു, അപ്പോ ഞാനിങ്ങനെ കയറി വന്നതാണ് എന്ന് പറയുന്ന രീതിയിൽ ആളുകൾ പറയുന്നത് പലപ്പോഴും കാണാനിടയായിട്ടുണ്ട്. അപ്പോ വീടുകളുടെ കതക് തുറന്നു കിടക്കുന്നു എന്നത് വീട്ടിനകത്തേക്ക് അനുവാദമില്ലാതെ കടക്കാനുള്ള ഒരു ന്യായമല്ല. നമ്മൾ അനുമതി കിട്ടിയിട്ടാണ് കടക്കേണ്ടത്. അതാണ് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. ഫൈലം തജിദു ഫീഹ അഹദൻ, അവിടെ ഒരാളെയും നേരിട്ട് കാണാൻ പറ്റിയില്ല. ഫലാ തദ്ഖുലൂഹ, എങ്കിൽ നിങ്ങൾ അവിടെ പ്രവേശിക്കരുത്. ഹത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് അനുമതി ലഭിക്കുന്നവരെ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നുണ്ടാവും, ഇന്ന ആളെ പേര് വിളിച്ചിട്ട്, ആ വരി നിങ്ങൾ പോവല്ലേ എന്ന് വിളിച്ചു പറയുന്നൊക്കെ ഉണ്ടാവും. അങ്ങനെ കേൾക്കുകയാണെങ്കിൽ അങ്ങോട്ട് കടന്നു ചെല്ലാം. അതല്ലാതെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന അനുമതിയോ തൃപ്തിയോ ഒക്കെ തേടി സലാം പറഞ്ഞിട്ട് ഒരു പ്രതികരണവും ഇല്ല എങ്കിൽ വീട്ടിലേക്ക് കടക്കരുത് എന്ന് പറയുന്നത് ഓട് പൊളിച്ച് കടക്കരുത് എന്നല്ലല്ലോ, അല്ലെങ്കിൽ മുൻവശത്തെ വാതിൽ തകർത്ത് കടക്കരുത് എന്നല്ല പറയുന്നത്. പഴയ കാലത്ത് അങ്ങനെ വലിയ ഓടാമ്പലും നമ്മളിപ്പോ കാണുന്ന വിധത്തിലുള്ള വലിയ പിച്ചളയുടെ പൂട്ടും സംവിധാനവും ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോ വീടുകളിലേക്ക് നിങ്ങൾക്ക് കടക്കാനൊക്കെ പറ്റിന്ന് വരും, അതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല. പക്ഷെ തടസ്സമില്ല എന്നത് വീട്ടിനകത്തേക്ക് ഇടിച്ചു കയറി ചെല്ലാൻ ഒരു ന്യായവുമല്ല. വീട് മുൻവശത്തെ വാതില് തുറന്നിടുകയോ അടച്ചിടുകയോ എന്തെങ്കിലും ചെയ്യട്ടെ, അത് വീട്ടുകാരുടെ സ്വാതന്ത്ര്യമാണ്, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധയാണ്, അശ്രദ്ധയാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ വീട്ടിലേക്ക്, മറ്റൊരാളുടെ വീട്ടിലേക്ക് കയറണമെങ്കിൽ അനുമതി നേടുക തന്നെ വേണം. അതാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. ഫലാ തദ്ഖുലൂഹ, ഇവിടെ നിങ്ങൾ അങ്ങോട്ട് കടക്കരുത്, പ്രവേശിക്കരുത് എന്നാണല്ലോ പറഞ്ഞത്. പ്രവേശിക്കാനുള്ള സ്വാഭാവികമായ എളുപ്പങ്ങളൊക്കെ അവിടെ ഉണ്ടാകാം. വാതിലൊന്ന് ചാരി വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു വിരി പാതി നീക്കി വെച്ചിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് കണ്ട് കയറി ചെല്ലാം എന്നല്ല. കയറി ചെല്ലാൻ നിങ്ങൾക്ക് വേർബലായ പ്രത്യക്ഷത്തിലുള്ള അനുമതി തന്നെ കിട്ടണം. ഹത്താ യുഅ്ദന ലക്കും, നിങ്ങൾക്ക് അനുമതി നൽകപ്പെടുന്നത് വരെ നിങ്ങൾ അങ്ങോട്ട് കയറരുത്. വൈൻ ഖീല ലക്കും ഇർജിഊ, തിരിച്ചു പോയിക്കോളൂ എന്നാണ് നിങ്ങളോട് പറയപ്പെടുന്നതെങ്കിൽ ഫർജിഊ, നിങ്ങൾ തിരിച്ചു പോകണം. ഇതാണ് അള്ളാഹു പറയുന്നത്. അപ്പോ അയാളെ വീട്ടിൽ ചെന്ന് വാതിക്കൽ ചെന്ന് വിളിച്ചിട്ട് 3 തവണ വിളിച്ചിട്ട് അയാളൊന്ന് നമ്മളവിടെ കയറ്റിയിരുത്താൻ പോലും കൂട്ടാക്കിയില്ലല്ലോ, എന്നിട്ട് തിരിച്ചു പോകാനാ പറഞ്ഞിരിക്കണേ എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ കൊരോധമായിട്ടല്ല പോണ്ടത്. അത് അയാളുടെ അവകാശമാണ്, ആ വീട്ടുകാരന്റെ അവകാശമാണ് സ്വകാര്യതക്കുള്ളത്. നിങ്ങൾ അനുമതി വാങ്ങിയിട്ടൊന്നും അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടൊന്നും വന്നതല്ലല്ലോ. അതുകൊണ്ട് വീട്ടില് വന്ന് വിളിച്ച് അനുമതി ചോദിച്ചപ്പോ അനുമതി കിട്ടിയില്ല, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ എന്നാണ് പറയുന്നത് എങ്കിൽ പിന്നെ അങ്ങോട്ട് കാരണം ഉണ്ടാക്കി കടന്നു ചെല്ലാൻ പാടില്ല. വീട് ഒരാളുടെ സ്വകാര്യതയുടെ ഇടമാണ് എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അവിടെ വീട്ടുകാർക്ക് സ്വകാര്യതക്കുള്ള അവകാശമുണ്ട്. അങ്ങോട്ട് ആരും ഇടിച്ചു കയറി പോകാൻ പാടില്ല അനുമതി കിട്ടുന്നത് വരെ. അപ്പൊ നിങ്ങൾ ദീർഘമായ യാത്ര ചെയ്തൊക്കെ എത്തിയതാണെങ്കിൽ പോലും അതിന് നിങ്ങൾ വേറെ എന്തെങ്കിലും സംവിധാനം ചെയ്യാം.
പുറത്തെവിടെങ്കിലും പോയിരിക്കുക, സമീപത്ത് എവിടെങ്കിലും പള്ളിയോ അല്ലെങ്കിൽ വല്ല മുസാഫർ ഖാനയോ സൗകര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. അല്ലെങ്കിൽ പൊതു ഇടത്ത് എവിടെങ്കിലും പോയിരുന്നോളൂ. വീട്ടിലേക്ക് അനുമതി കിട്ടാതെ ഇടിച്ചു കയറി വരാൻ പാടില്ല. തിരിച്ചു പോയിക്കോളൂ എന്നാണ് നിങ്ങളോട് പറയപ്പെടുന്നതെങ്കിൽ ഒരു അനിഷ്ടവും കാണിക്കാതെ തന്നെ തിരിച്ചു പോകണം. കാരണം അത് അയാളുടെ റൈറ്റ് ആണ്. അയാൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. അയാൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവും ആ ഘട്ടത്തില്. അയാൾ ഏത് അവസ്ഥയിലാണ് ഉള്ളത് എന്നൊന്നും ഈ വരുന്ന ആൾക്ക് അറിയില്ലല്ലോ. നേരത്തെ പറഞ്ഞ സമയം അനുവദിച്ച് കിട്ടിയതൊന്നും അല്ലല്ലോ, അതുമല്ല. അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ സമയം അനുവദിച്ച് കിട്ടിയതാണെങ്കിൽ തന്നെ വീട്ടിലെത്തി വിളിച്ചിട്ട് വാതിൽ തുറക്കുന്നില്ല എങ്കിൽ അവിടെ ബഹളം ഉണ്ടാക്കി, കലാപമുണ്ടാക്കി, കുഴപ്പമുണ്ടാക്കി പോരേണ്ട കാര്യമൊന്നുമില്ല. അയാൾ അനുമതി തന്നിട്ടില്ല, അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ചു പോവുകയാണ് വേണ്ടത്. അപ്പോ വൈൻ കീലലക്കും ഇർജിഉ ഫർജിഉ, തിരിച്ചു പോയിക്കോളൂ എന്നാണ് പറയപ്പെടുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകണം. ഹുവ അസ്ക ലക്കും, അതാണ് ഏറ്റവും നല്ല സംസ്കാരം. നിങ്ങളുടെ ഏറ്റവും തസ്കിയത്തുള്ള ഒരു രീതി അതാണ്. നിങ്ങൾക്ക് വീട്ടിൽ വന്ന് നിങ്ങൾ അനുവാദം ചോദിച്ചു, അല്ലെങ്കിൽ തൃപ്തി അന്വേഷിച്ചു, സലാം പറഞ്ഞു, പക്ഷെ പ്രതികരണമല്ല, നെഗറ്റീവാണ്, ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട എന്നാണ് കേൾക്കേണ്ടി വരുന്നതെങ്കിൽ അതിൽ യാതൊരു അനിഷ്ടവും കാണിക്കേണ്ട, ഒരു അതൃപ്തിയും കാണിക്കേണ്ട, അതൊന്നും കാണിക്കേണ്ടയില്ല. അയാളൊരു കെറിവ് എന്നൊന്നും പറയാൻ നിൽക്കണ്ട. അതൊക്കെ അയാളുടെ അർഹതയാണ്. അത് കുടിലായാലും കൊട്ടാരായാലും ഒരേപോലെ വീട്ടുകാരുടെ അവകാശമാണ്. ഇപ്പൊ വലിയ വീടാണ്, വലിയ കൊട്ടാര സമാനമായ സൗകര്യങ്ങളാണ് എന്നതുകൊണ്ട് അയാൾ കെറിവ് കാണിച്ചു എന്ന് കരുതണ്ട. കുടിലിലുള്ളവനും കൊട്ടാരത്തിലുള്ളവനും ഒരുപോലെ ഉള്ള അവകാശമാണ് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത്. ഇതൊക്കെ പിൽക്കാലത്ത് വലിയ മനുഷ്യാവകാശങ്ങളൊക്കെ ആയിട്ട് ഫ്രെയിം ചെയ്യപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതാണ്. പക്ഷെ ആദ്യമായിട്ട് ഇതൊക്കെ പഠിപ്പിക്കുന്നത് മനുഷ്യ സമൂഹത്തിന് പ്രവാചകന്മാർ മുഖേന, വിശുദ്ധ ഖുർആൻ മുഖേന ഒക്കെയാണ് ഇത്തരം മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോ അനുമതി ലഭിക്കുന്നത് വരെ നിങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുകയേ വേണ്ടതില്ല. തിരിച്ചു പോയിക്കോളാനാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അതാണ് ഏറ്റവും ഉത്തമമായ സംസ്കാരം. ഹുവ അസ്കാലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത് എന്നാണ് അല്ലാഹു പറയുന്നത്. വല്ലാഹു ബിമാ തഅമലൂന അലീം, നിശ്ചയമായിട്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നന്നായി അറിയുന്നവനാണ് അല്ലാഹു. അപ്പൊ മനുഷ്യർക്കിടയിൽ അവരുടെ കർമ്മങ്ങള്, അവരുടെ ചെയ്തികള്, അവരുടെ സമ്പർക്കം, ഇടപെടല്, ഇതൊക്കെ അതിന്റെ വരും വരായികകളും അതിന്റെ ഗുണവശങ്ങളും ഭവിഷ്യത്തുകളും ഒക്കെ നന്നായിട്ട് അറിയുന്നവനാണ് അല്ലാഹു. എന്നിട്ട് തുടർന്ന് പറയുന്നത് ലൈസ ലക്കും ജുനാഹുൻ അൻ തദ്ഖുലു ബുയൂതൻ ഗൈറ മസ്കൂനത്തിൻ, ആൾപ്പാർപ്പില്ലാത്ത വീട്ടില് നിങ്ങൾക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമില്ല. ഫീഹ മതാഉൻ ലക്കും, അവിടെ നിങ്ങൾക്കായിട്ടുള്ള ചില വിഭവങ്ങളോ വസ്തുക്കളോ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ചില സംഗതികൾ അവിടുന്ന് എടുക്കേണ്ടതുണ്ട്. താമസമില്ലാത്തൊരു വീടാണ് എങ്കിൽ അവിടെ പ്രവേശിക്കുന്നതിന് നിങ്ങൾക്ക് വിലക്കില്ല. താമസമില്ലാത്ത വീട് എന്ന് പറഞ്ഞാൽ ആരും പതിവായിട്ട് താമസിക്കുന്നതല്ലാത്ത ഒരു കെട്ടിടം മാത്രമാണ്, ഒരു വീടായിട്ടില്ല. അല്ലെങ്കിൽ നിലവില് വീടായിരുന്നത് തന്നെ ഇപ്പൊ ഒരു കെട്ടിടം മാത്രമായിട്ടാണ് നിൽക്കുന്നത്. സ്ത്രീകളും കുട്ടികളും കുടുംബവും ഒന്നും ആയിട്ടുള്ള ജീവിതം ഇല്ലാത്ത ഒരു കെട്ടിടം മാത്രം. അവിടെ നിങ്ങൾക്ക് പ്രയോജനകരമായ ചില സംഗതികളുണ്ട്, അത് പോയി എടുക്കേണ്ടതുണ്ട്. അതാണ് അവസ്ഥയെങ്കിൽ അവിടെ വിളിച്ച് അനുമതി ചോദിച്ചാൽ അനുമതിയൊന്നും കിട്ടൂലല്ലോ, അവിടെ ആരും ഉണ്ടാവില്ല അനുമതി തരാനും. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടത് എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയാണെങ്കിൽ അതിന് തടസ്സമൊന്നുമില്ല. അതിന് അള്ളാഹു വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. അതിനും നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപാട് എളുപ്പമുള്ള വഴികളുണ്ട്. ഫോൺ ചെയ്ത് അനുമതി തേടലും മുൻകൂട്ടി ഒന്ന് പറയലും ഞാൻ ഇന്ന സമയത്ത് അവിടെ പോയിട്ട് അത് എടുത്തോട്ടെ എന്ന് ചോദിക്കലും ഒക്കെ നമ്മുടെ കാലഘട്ടത്തിൽ സാധ്യമായ, ഇതിന്റെ തുടർ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ആൾതാമസമില്ലാത്ത വീട്ടില് നിങ്ങളുടെ എന്തെങ്കിലും വസ്തുവകകളൊക്കെ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി അങ്ങോട്ട് കയറി ചെല്ലേണ്ടി വരുന്നതിന് നിങ്ങൾക്ക് വിലക്കൊന്നുമില്ല. വല്ലാഹു യഅലമു മാ തുബ്ദൂന വമാ തക്തുമൂൻ,
നിങ്ങൾ വെളിപ്പെടുത്തുന്നതും മറച്ചു വെക്കുന്നതും ഒക്കെ അള്ളാഹുവിന് അറിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. അപ്പൊ വീടുകളിൽ, അന്യരുടെ വീടുകളിൽ പ്രവേശിക്കുന്ന സംബന്ധമായ ഈ കടുത്ത നിർദ്ദേശങ്ങൾ നൽകിയ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും വിശ്വാസികളുടെ മനസ്സിൽ ഇങ്ങനെ ചില ചോദ്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടാകും. ഇന്ന ഒരു വീട്ടിൽ എന്റെ പല സാധനങ്ങളും എടുക്കാണ്ടാവും, പോയി എടുക്കുമ്പോ അവരനുമതി കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റൂലേ എന്നൊക്കെയുള്ള ആലോചനയും ചിന്തയും ചോദ്യങ്ങളും ഒക്കെ ഈ ആയത്ത് അവതരിക്കുന്ന ഘട്ടത്തിൽ പലരുടെയും മനസ്സിലുണ്ടാവും. അത്തരം ചോദ്യങ്ങൾക്ക് കൂടി മറുപടി നൽകുകയാണ് അള്ളാഹു ഇവിടെ. നിങ്ങൾ വെളിപ്പെടുത്തുന്ന കാര്യമായാലും നിങ്ങൾ മറച്ചു വെക്കുന്ന കാര്യമായാലും അള്ളാഹു അറിയുന്നുണ്ട്. ആ നിലക്കാണ് നിങ്ങൾക്ക് ഈ നിർദ്ദേശം കൂടി നൽകപ്പെടുന്നത്. ആൾപ്പാർപ്പില്ലാത്ത വീട്ടില് വല്ല സാധനങ്ങളും നിങ്ങളുടേതായിട്ടുള്ളത് എടുത്തു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അങ്ങോട്ട് പ്രവേശിക്കുന്നതിന് നിങ്ങൾക്ക് വിലക്കൊന്നുമില്ല. കാര്യങ്ങള് രഹസ്യമാക്കി വെച്ചതാണെങ്കിലും പരസ്യമാക്കിയതാണെങ്കിലും അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെട്ട ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വന്ന ആശങ്കകളും ഒക്കെ തന്നെ അറിഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ നിർദ്ദേശം നിങ്ങൾക്ക് നൽകുന്നത് എന്ന വിധത്തിൽ നമുക്ക് ഈ ആയത്തിനെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. 27 മുതൽ 29 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഈ ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രാധാന്യമുള്ള ചില വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താമെന്ന് കരുതി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.